അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന
ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ആമേൻ. ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 24:5-6. അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ഏത് സ്ത്രീയാണെന്നറിയാലേ ഇത്? അതായത് എബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് തൻ്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഭൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ്. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഈ ഭൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോകുന്ന സ്ത്രീക്ക് എന്നോട് കൂടെ, ഈ ഭൃത്യനോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. അതായത് പെണ്ണ് കെട്ടില്ലേലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. ഒരു ഉടമ്പടി പ്രകാരമാണ് അബ്രഹാം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാന പ്രകാരം ഇസഹാക്ക് ജനിച്ചു. അപ്പോഴേ ഇനി അവിടെ മുമ്പിലുള്ള ഒരു എബ്രാഹത്തിന് മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ സ്ത്രീക്ക് ഭൃത്യൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് വരുത്താത്തതായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഞാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ടുപോകരുത്. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായേ. സാക്ഷ്യം ഒരു 7 കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല. അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടിലും ഒരു മാർഗമേ സ്വീകരിക്കാവൂ. ഒന്നുകിൽ നിങ്ങൾ മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുക, ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക. ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ? ആൾക്കാർ ഈ കാര്യം ചെയ്യണത് മരുന്ന് എടുക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പ്രശ്നം വെച്ചാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. അവിടെ ദൈവം പാതിയും താൻ പാതിയും ഒന്നുമില്ല. അത് ബട്ട് ബൈ ഗ്രേസാണ്, മെറിറ്റ് ഇല്ല അവിടെ. താൻ എന്ന് പറയുന്നത് മെറിറ്റാണല്ലോ അവിടെ, ഉടമ്പടിയിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തത് അവർക്ക്. കാര്യം കരിസ്മാറ്റിക് കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും. ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൃപയ്ക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വം ആർക്ക് പോകും? മരുന്നിന് പോകും. ദൈവം പറ്റും. അത് അങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റണത്. അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം തരും. അപ്പോൾ ആ മഹത്വം ആർക്കാണ്? ഇപ്പം നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന അവസ്ഥ എങ്ങനെ അറിയാവോ? അവരിങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യും. ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും. പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല. അതിൻ്റെ കാര്യത്തിൽ അവർ ഒരു 3 മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും, ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ, അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു, നിൻ്റെ മാർക്കല്ല, അപാര മാർക്കല്ല നിനക്ക്.
അത്തരം മാർക്ക് ഇല്ലല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പം അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിൽക്കണം. അപ്പം നീ അയ്യോഭാവിയാണ്, പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കപ്പെടും. അതെനിക്കറിയാവുന്ന കൊണ്ട്, ഈ കുഞ്ഞ് ചേരുവർക്ക് ജനിക്കും എന്ന് എനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഉടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ആ മാസം ഗർഭിണിയായി. അവർ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ ആ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഹെൽത്തി റിലേഷനായി പോകും. നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ്, അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധിപ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഇടറ് സംഭവിച്ചാലും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് അഭിപ്രായം. അവൻ കെട്ടിയതിലും കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ടുപോകരുത്. എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം? ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം. ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധത നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതാ എടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണിക്കണം. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടവരുത്തിയ എൻ്റെ കൃപാസനമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി ലിക്സൺ. ഞാൻ മുണ്ടമ്പിൽ നിന്നാണ് വരുന്നത്. 2022 ജൂൺ 12-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത മകൻ റയാൻ, ഇളയ കുട്ടി നദാൻ. റയാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. റയാന് വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ ഞാൻ പരിശുദ്ധമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. അമ്മേനോട് ഞാൻ റയാനെ സമ്മാനമായി ചോദിച്ച് വാങ്ങിച്ച ഒരു കുട്ടിയായിരുന്നു റയാൻ. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീഷിനെ പോലത്തെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ച് എനിക്ക് അമ്മ നൽകിയ കുഞ്ഞായിരുന്നു റയാൻ. അങ്ങനെ ഞാൻ അവനെ ഒക്ടോബറിലായിരുന്നു റയാൻ്റെ ജനനം. അപ്പോൾ അമ്മയുടെ മാസമായതുകൊണ്ട് തന്നെ അമ്മ നൽകിയ കുഞ്ഞാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു നടന്നിരുന്നു. അങ്ങനെ റയാൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആദ്യമൊന്നും റയാനൊരു മാറ്റം എനിക്ക് തോന്നിയില്ല. സാധാരണ കുട്ടികളെ പോലെ തന്നെയൊന്നും റയാൻ. ഒരു 3 വയസ്സായിരുന്നപ്പോൾ അവൻ്റെ സംഭാഷണത്തിൽ ക്ലാരിറ്റി കുറവ് അനുഭവപ്പെട്ടു. പക്ഷേ റയാൻ നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ LKG UKG ആയ സമയത്ത് റയാനായിരുന്നു ക്ലാസ്സിലെ ഹയസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കൊച്ചിൻ്റെ പുറത്ത് പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, കുഞ്ഞ് സംസാരിക്കുന്നതിൽ സ്പീഡുണ്ട്, ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചു. അദ്ദേഹം പരിശോധിച്ച ശേഷം പറഞ്ഞു, കൊച്ചിന് നാവിൽ കെട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം കോവിഡ് കാലഘട്ടമായിരുന്നു. എല്ലാവരും വീട്ടിലായിരുന്ന പോലെ റയാൻ കൂടുതലും വീട്ടിൽ തന്നെ ഇരുന്ന അവൻ സയൻസ് എന്ന വിഷയത്തോട് റയാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. അപ്പോൾ അതിൽ അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ആസ്ട്രോണമി ആ സബ്ജക്റ്റുണ്ടൊക്കെ അതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അതുകൊണ്ട് എനിക്ക് ഇവന് പല കുറവുകളുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞില്ല. അവൻ മറ്റുള്ളവരുടെ പുറത്തിറങ്ങി അവൻ കളിക്കാൻ, അവൻ്റെ പ്രായത്തിലെ കുട്ടികൾ കൂടി കളിക്കാൻ അവൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്പീച്ചിലുള്ളത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ ക്ലാസ് ടീച്ചർ സിംപ്ലി സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്, മോനെ നമുക്കൊന്ന് IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി DIC സെൻറ്ററിൽ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, മകനൊരു ജീനിയസ് ആകും, അവൻ നല്ല ബ്രില്യൻ്റ് ആണ് കുട്ടി എന്നൊക്കെ പറഞ്ഞു വിട്ടു. 2ാമത്തെ ദിവസം ഞാൻ ചെന്നു, ഒരു സീനിയർ പീഡിയാട്രീഷ്യനാണ് കാണിച്ചത്. അദ്ദേഹം എന്നോട് 1 മണിക്കൂർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് റയാൻ്റെ ചോദിച്ചു. അങ്ങനെ അവസാനം റയാനെ പുറത്ത് നിർത്തിയിട്ടാണ് എന്നോട് പറഞ്ഞത്, അവനൊരു ഒട്ടിസ്റ്റിക് കുട്ടിയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടിസം എന്നൊരു പേര് തന്നെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ അന്നേ വരെയുള്ള എൻ്റെ വിചാരണ, ഓട്ടിസമുള്ള കുട്ടികൾക്ക് പഠനപരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതിനക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി 10 വയസ്സായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ ഒത്തിരി കരഞ്ഞു. അവിടെ ഞാനൊരു വിഷാദ രോഗിനെ പോലെയാണ് വീട്ടിലേക്ക് പോയത്.
പക്ഷേ ഹസ്ബൻഡ് ഖത്തറിലായതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കണം. പക്ഷേ എനിക്ക് വീട്ടിലെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പരിശുദ്ധമ്മയെ നമ്മെ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ അനു എന്നൊരു കുട്ടിയുടെ ഉടമ്പടി സാക്ഷ്യം ഞാൻ കേൾക്കാൻ ഇടവന്നു. അത് കണ്ടപ്പോൾ തന്നെ അമ്മ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തോ എന്നെ അമ്മ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അനുയോട് സംസാരിച്ചു. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാനിവിടെ വന്നു. ഈ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അമ്മയോട് ഒത്തിരി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ സമ്മാനമായി ഒരു കുഞ്ഞിനെ ചോദിച്ചതല്ലേ, അമ്മയോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ കുട്ടിയല്ലേ, എന്തുകൊണ്ട് ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത്ര വയസ്സായിട്ടും ഇവൻ ഇങ്ങനൊരു എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഈ കാറ്റഗറിലാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞു. പിറ്റേ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. റയാന് അനുഗ്രഹിച്ചു. അച്ഛൻ കുറേ പ്രാർത്ഥിച്ചു. എന്നോട് സാക്ഷ്യം പറയാൻ വന്നുവെന്ന് പറഞ്ഞു. ഞാൻ റയാൻ്റെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എഴുതിയിരുന്നത് അവൻ്റെ കുറവുകൾ അനുഗ്രഹമാക്കി തീർക്കണമെന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ നിന്ന് പോയി ഞാൻ റയാനോട് അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. റയാൻ എന്നെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റയാൻ ഒരു 2ാം ക്ലാസ് മുതൽ തന്നെ റയാനാണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നത്. ശിവന് രഹസ്യങ്ങളെല്ലാം ബൈ ഹാർട്ടായിട്ട് അറിയാം. ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ ബുക്ക് വേണ്ട, റയാനാണ് ചൊല്ലുന്നത്. അപ്പോൾ റയാനും ബൈബിളൊക്കെ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഇവന് സ്പീച്ചിൻ്റെ മേഖലയാണ് ഏറ്റവും കൂടുതൽ കുറവുകളുണ്ടായിരുന്നത്. ആ മേഖലയിൽ തന്നെ പരിശുദ്ധ അമ്മ അവന് കുറേ അവസരങ്ങൾ ഒരുക്കി. സ്കൂളുകളിൽ കലോത്സവങ്ങളിൽ റയാൻ പങ്കെടുക്കാൻ തുടങ്ങി. പ്രസംഗ മത്സരത്തിൽ അവൻ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് വാങ്ങി. ജില്ലാ മത്സരത്തിൽ പോയി അവിടെ നിന്ന് അവന് പുരസ്കാരങ്ങൾ കിട്ടും. സാധാരണ കുട്ടികളെ കൂടിയാണ് റയാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ജഡ്ജസ് ഇവനെ കുറേ അഭിനന്ദിച്ചു. റയാന് കുറേ അവാർഡുകളും പുരസ്കാരങ്ങളും കിട്ടി. ഇതിൻ്റെ കൂടെ അവൻ കേരളത്തിൻ്റെ വനവകുപ്പിൻ്റെ മേഖലയിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. അവിടുന്ന് റയാന് 2nd കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മേഖല, അതായത് മലയാള മനോരമയുടെ സ്പീച്ച് കോമ്പറ്റീഷൻ, മാതൃഭൂമിയുടെ, അങ്ങനെ വലിയ വലിയ സ്ഥലത്തെല്ലാം റയാൻ പോകുന്നിടത്തെല്ലാം ഞാൻ അവന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വിടുന്നത്. ഉടമ്പടി കാശ് രൂപം റയാൻ്റെ അടുത്ത് കൊടുത്തു വിടും. ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടിയും ഉടമ്പടി ഉപ്പും കൊടുത്താണ് ഞാൻ വിടുന്നത്. അങ്ങനെ അവിടെ എന്തിൻ്റെ മേഖലയാണ് അവന് കുറവുണ്ടായത് ആ മേഖല തന്നെ അത് അമ്മ അനുഗ്രഹമാക്കി തീർക്കുകയായിരുന്നു. പിന്നെ റയാൻ അതുപോലെ ചെസ്സ് അവൻ്റെ ഹോളി കമ്മ്യൂണിന് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. അവനെ തനിയെ അതിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചെസ്സിൽ അവൻ തനിയെ പഠിച്ചെടുത്തിട്ട് സാധാരണ കുട്ടികൾ കൂടി മത്സരിച്ച് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ അവൻ പോയി. അവനെ എല്ലാ ജഡ്ജസും അവിടെ അഭിനന്ദിച്ചു. അവൻ്റെ കഴിവുകൾ കൊണ്ട് ജഡ്ജസ് എല്ലാം അവനെ അഭിനന്ദിക്കാനും അവന് കുറേ പുരസ്കാരങ്ങളും കിട്ടാനും തുടങ്ങി. അതിനുശേഷം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അവനൊരു ഗിഫ്റ്റഡ് ആണെന്ന് എനിക്കറിയാം. അവന് ഗിഫ്റ്റഡായിട്ട് അമ്മ എനിക്ക് നൽകിയതുപോലെ മറ്റുള്ളവരും പറയണം എൻ്റെ മോനൊരു ഗിഫ്റ്റഡ് ബോയ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അമ്മ അവൻ ഒരുക്കിയത്, അവൻ 7ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കായപ്പോൾ USS എക്സാമിൻ്റെ ഒരു സ്കോളർഷിപ്പ് വന്നു. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. അവൻ്റെ സ്കൂളിൽ നിന്ന് എഴുതിയതിൽ 5 കുട്ടികളാണ് അതിൽ പാസ്സായത്. അതിൽ നല്ല മാർക്കോടെ റയാന് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്, നിങ്ങളുടെ മകനാണ് USS എക്സാം എഴുതിയതിൽ ഗിഫ്റ്റഡ് ചിൽഡ്രനായിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളത്. അത് അവന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഹയസ്റ്റ് മാർക്കിൽ ഒരാളായി റയാൻ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ അമ്മനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനെ ഒരു ഗിഫ്റ്റഡാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എനിക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് മോൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ആയിരിക്കും ഇങ്ങനെ ഈ കാറ്റഗറിയിലേക്ക് റയാൻ മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. അങ്ങനെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ അവൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന കാറ്റഗറിയിലേക്ക് പരിശുദ്ധമ്മ അവൻ ഉയർത്തി. ഈ സ്കോളർഷിപ്പ് എല്ലാം എഴുതാൻ പോകുമ്പോൾ എല്ലാം ഇവന് ഞാൻ പരിശുദ്ധമ്മയുടെ കാശ് രൂപം കൊടുത്താണ് വിടുന്നത്. അതിനുശേഷം ഇവൻ ഒരു ദിവസം ഒരു മൊബൈൽ കാണാനിട വന്നു, സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരത്തിനുള്ള അവാർഡ്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ ആ മേഖലയിൽ അവർക്ക് സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പോൾ റയാൻ അത് നവംബർ 5-ാം തീയതി ആയിരുന്നു ഇതായിരുന്നു ആ പുരസ്കാരത്തിൻ്റെ ഇത്. അപ്പോൾ അത് റയാന് ആസ്ട്രോണമിയിലും ചെസ്സിലും എനിക്കറിയാമായിരുന്നു അവന് നല്ല കഴിവുകളുണ്ടെന്ന്. അവന് കുറേ സർട്ടിഫിക്കറ്റുകൾ ആസ്ട്രോണമിയിലും ചെസ്സിലും അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമ്മ ഈ പരസ്യം കണ്ടപ്പോൾ തന്നെ എന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം അവനെ കാക്കനാട് ശിശു സംരക്ഷണ സമിതിയിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു റയാൻ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അവൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് അവരറിയുന്നത്.
അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ചെയ്യുന്നത്, കേരള സർക്കാരിൻ്റെ ആണല്ലോ, തിരുവനന്തപുരത്തു നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെ 3 കുട്ടികളെ സെലക്ട് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നവംബർ 5-ാം തീയതി എനിക്ക് എൻ്റെ അമ്മ ഒരു കൃപാസന പത്രം തന്നു. അപ്പോൾ ഈ മാസത്തെ കൃപാസന പത്രമായിരുന്നു. ഞാനപ്പോൾ അത് കൈ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് റയാൻ്റെ ബാഗിലേക്ക് വെക്കാൻ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിലായിരുന്നു കൃപാസന പത്രം. ആ സമയത്താണ് മലയാള മനോരമയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, റയാൻ ജോസഫിൻ്റെ വീടല്ലേ, നിങ്ങളുടെ മകനാണ് ഈ വർഷത്തെ സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരത്തിന് അവാർഡ് നേടിയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന സമയത്ത് പരിശുദ്ധമ്മ എന്നോട് പറയുകയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മോൻ്റെ കഴിവുകൾ മറ്റുള്ളവർ അറിയണ ഒരു ദിവസം വരണമെന്ന്, അത് എനിക്ക് അമ്മ നൽകിയെന്ന് പറഞ്ഞ് അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഇതിലേക്ക് ഈ പുരസ്കാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാക്കുന്ന സമയത്ത് ഞാനതിൽ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലും ആ പെൻ ഡ്രൈവിലും ആക്കിയാണ് റയാൻ്റെ വീഡിയോസ് എല്ലാം അതിലേക്ക് അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അത്രത്തോളം എൻ്റെ മകനെ ദൈവം ഉയർത്തി. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥലാണ് ഇതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ കുട്ടിക്ക് വയറ്റിൽ കടലയുണ്ടായിരുന്നു. 7 കടലയാണ് അവനുണ്ടായിരുന്നത്. ആ കടല മൂലം അവന് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അവന് വൊമിറ്റിങ്ങും ഛർദിലും എല്ലാം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് 7 കടലുള്ളതുകൊണ്ട് അവരിത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധമ്മയുടെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം അവന് ഉപയോഗിച്ചു. കുഞ്ഞ് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കുഞ്ഞും കഴിക്കുമായിരുന്നു. അങ്ങനെ അവന് അത് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 കൊല്ലത്തോളമായി അവന് ഈ വോമിറ്റിംഗ് ഛർദിലൊന്നുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം മാറി, അവന് 1 കടല പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇത്രയുമാണ് എനിക്ക് പരിശുദ്ധമ്മോടി തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ, ക്യാൻസർ രോഗികളെയും കിഡ്നി പേഷ്യൻറ്റിനെ എല്ലാം കാണുമ്പോൾ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് ഞാനൊരു വചനം എന്നൊരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് ഞാൻ തയ്യാറാക്കി. അതിൽ 22 പേരുണ്ട്. ഞങ്ങളെല്ലാ മാസവും എല്ലാവരും കഴിയുന്ന പൈസകൾ കളക്ട് ചെയ്തിട്ട് ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി അസുഖമുള്ളവർ, അങ്ങനെ എല്ലാ രോഗികളെ പോയി കാണുകയും അവർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ പഠിക്കാൻ പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ പൊതിച്ചോറ് വിതരണം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ കാശ് രൂപവും അവർക്ക് ഉടമ്പടി ഉപ്പും കൊടുത്ത് എൻ്റെ സാക്ഷ്യം ഞാൻ അവർക്ക് വിവരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ പരിശുദ്ധ അമ്മയുടെയാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ നിന്ന് കാണിക്കുന്ന ഡെയിലി ബ്രെഡ്, അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ അന്നന്ന് സ്റ്റാറ്റസ് ഇടും. അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. എനിക്ക് പരിചയമുള്ള എല്ലാവരെയും, എനിക്ക് എൻ്റെ കുടുംബത്തിന് അമ്മ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്ര അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാനും ഒത്തിരി നന്ദി പറഞ്ഞോളൂ. അമ്മയുടെ പ്രതീക്ഷണത്തിലെ സാക്ഷികളായി നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ത്രേസ്യ സജു. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2017 നവംബർ 10-ാം തീയതിയാണ്. ഇതിനകം വെച്ച് ഞാൻ പല സാക്ഷ്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയ രോഗസൗഖ്യവും പരിശുദ്ധ അമ്മ തന്ന മറ്റനുഗ്രഹങ്ങളും പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും കോടാനകോടി നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ കാല് വർഷങ്ങളായിട്ട് വേദനയുണ്ടായിരുന്നു. കാരണം ഞാൻ നിന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കവേ എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു മുഴ പോലെ വന്ന് തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട പാടെ ഡോക്ടർ എൻ്റെ കാലിൽ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നല്ല നീരുണ്ട്, ഇത് പ്ലാസ്റ്റർ ചെയ്താലേ ശരിയാവുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ട്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഇതെന്തുവാ മരുന്ന് തരാണ്ട് പ്ലാസ്റ്റർ ചെയ്തോ എന്നോർത്ത്. ആ മാസം ഒക്ടോബർ മാസമാണ്. എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വരികയും ചെയ്യണം. അങ്ങനെ ഒരു 10 ദിവസം ഞാൻ ആ പ്ലാസ്റ്റർ കാലേ വെച്ചിരുന്നു. 15-ാമത്തെ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്കിത് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇതെനിക്ക് കട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ് എഴുതി കൊടുത്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞ്. ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ആ മാസം എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വരണം. അപ്പം ഞാൻ ഒരുങ്ങിയപ്പം എൻ്റെ മോളും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞ്, അമ്മേ പോകല്ലേ, കാല് വയ്യാത്തതാ, വഴിയിൽ വീണ് പോകും. ഞാൻ പറഞ്ഞില്ല മോളെ, വീഴുന്നിടത്തോളം നടക്കാം എന്നും പറഞ്ഞ് ഞാൻ ആ വർഷത്തെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും, എന്നാൽ ഞാൻ പൂർണ്ണമായും അത് പൂർത്തീകരിച്ച് പള്ളി എത്തിയിട്ട് ഞാൻ ഈ കാലിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല.
അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് ബസ്സിൽ വന്ന് കയറുമ്പോൾ ആ മോള് ചോദിക്കുന്ന, അമ്മേ കാലെങ്ങനെ ഉണ്ട്? അപ്പോഴാണ് ഞാൻ ശരിക്കും കാലിനെക്കുറിച്ച് ഓർത്തത് പോലും. ഒരു വേദന പോലും ഇല്ലാണ്ട് ഞാൻ പൂർണ്ണമായും നടന്ന ആ ജപമാല പൂർത്തീകരിച്ച് എനിക്ക് അന്ന് അമ്മ എന്നെ പൂർണ്ണമായിട്ടും ആ കാല് സൗഖ്യമാക്കി. ഇന്നെനിക്ക് ഒരു വേദനയും അതിനെ ചൊല്ലി വന്നിട്ടില്ല. പിന്നീടുള്ള സാക്ഷ്യം വെച്ചാൽ, എനിക്ക് വർഷങ്ങളായിട്ട് പൈൽസിൻ്റെ അസുഖമുണ്ട്. പക്ഷേ അത് എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനതങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വേദന വരും, അത് പോകും. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കത് നല്ല വേദനയായിട്ട് വന്നതല്ല, പഴുത്ത് അത് പുറത്ത് വന്ന്. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടറിന് പോലും ഒന്നും നോക്കാൻ പറ്റുന്നില്ല. എന്തിനെനിക്കൊന്ന് ഒരു ഓട്ടോയിലിരുന്നൊന്ന് പോകാൻ പോലും ഒരാത്ത അവസ്ഥയായിരുന്നു വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏതായാലും മരുന്ന് കഴിക്ക്, എന്തെങ്കിലും ഒരു കുറവ് വന്നതിന് ശേഷം സർജറി ചെയ്യാമെന്ന്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ പേടിയായി. സർജറി എന്ന് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിട്ട് എനിക്ക് വളരെയധികം പേടി തോന്നി. ഞാൻ വീട്ടിൽ വന്ന് അന്ന് മുതൽ തന്നെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ചൂട് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് എൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ഉടമ്പടി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾ പറഞ്ഞു, അമ്മയുടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുക, അമ്മയൊന്ന് ഉടമ്പടി പുതുക്കാൻ നോക്ക്, ഈ രോഗം അമ്മ മാതാവ് മാറ്റിത്തരും. ഞാൻ പറഞ്ഞ, മോളെ ബസ്സിലിരുന്ന് പോകാൻ പോലും പറ്റത്തില്ലല്ലോ അമ്മയ്ക്ക്. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്, ഒരു 3 മണിക്കൂറോളം ഏകദേശം ബസ്സിലിരിക്കണം. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ അടുക്ക് വരാൻ തീരുമാനിച്ച് ഞാൻ ബസ്സിലിരുന്ന്, വേദനയുണ്ട് വരുന്ന വഴിക്കൊക്കെ നല്ല വേദനയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ സഹിച്ച് പിടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ തിരിച്ചു പോകുമ്പോഴും എനിക്ക് വേദന തന്നെ ഉണ്ട്. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ആ വേദന പൂർണ്ണമായിട്ടും മാറുകയായിരുന്നു. അന്നേരം എല്ലാം ഞാൻ പക്ഷേ ഉടമ്പടി തൈലം അപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കുമ്പം ആ ഭാഗത്തെല്ലാം ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യും. പക്ഷേ പൂർണ്ണമായ സൗഖ്യമായി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് എനിക്കിപ്പം ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല. അത് പൂർണ്ണമായിട്ടും അമ്മ എടുത്തു മാറ്റുകയായിരുന്നു. 3ാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ, എനിക്കൊരു പനി വന്ന്, ആ പനിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു കഫക്കെട്ട് പോലൊക്കെ വന്നെങ്കിലും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വരാത്ത 2 രോഗങ്ങളേ ഉള്ളൂ, ചെവി വേദനയും പല്ല് വേദനയും. എന്നാൽ എനിക്ക് ആ പ്രാവശ്യം എൻ്റെ ചെവി പഴുത്ത് പൊട്ടി പഴുപ്പ് വരികയായിരുന്നു. ഇതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ആ ഇടയ്ക്കൊക്കെ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ ചെവി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ചെവിക്കൊരു അസുഖവുമില്ല. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു മുന്നറിയിപ്പ് തരികയായിരുന്നെന്ന്. ഞാൻ പക്ഷേ ഈ ചെവി പഴുത്ത് പൊട്ടിയതും കൊണ്ട് 3-4 ആസ്പത്രി തോറും പോയി. അവർ ഓരോ മരുന്ന് ചെയ്യുന്നതല്ലാതെ ഈ പഴുപ്പിനൊരു ശമനമില്ല. പഞ്ഞി വെച്ച് അത് നിറയും, അതെടുത്ത് മാറ്റും. ഈ ജോലിക്ക് പോകുന്നിടത്തുമൊക്കെ അവർക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി. കാരണം അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യാതായി. അങ്ങനെ ഇരുന്ന് ഒരു ചെവിക്ക് മാത്രം കാണിക്കുന്നൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പം ആ ഡോക്ടർ ഇങ്ങനെ ഒരു സ്കാൻ പോലെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഇതിനകത്തൊരു കുഴി പോലെ ആയിട്ടുണ്ടെന്ന്. ശരിക്കും എന്നെ അവർ കാണിച്ചു തന്ന ആ കുഴി. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ ചെവി തന്നെ ആണെന്ന് ഓർത്തിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം ഞങ്ങളതിനകത്ത് മരുന്ന് വെക്കുക, അത് കഴിഞ്ഞ് പഴുപ്പ് പറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ചിലപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്കിത് മക്കളോട് തന്നെ പറയാൻ പേടിയായി. കാരണം മക്കൾ 2 അടുത്തില്ല, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രമേ വീട്ടിലുള്ളൂ. അത് സുഖമില്ലാത്ത മനുഷ്യനാണ്. അപ്പം ഞാൻ ഓർത്ത്, ഈശോയെ ഇതെന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ വന്ന് മാതാവിന് പറഞ്ഞു, അമ്മേ. അപ്പോൾ അവരൊരു തിരിയാണ് ചെവിക്കകത്ത് വെച്ചത്, മരുന്നുൾപ്പെടെ. അത് 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ പറഞ്ഞ്. അത് അങ്ങനെ ഞാൻ 3-ാം ദിവസം എടുത്ത് മാറ്റി. പിന്നെ പഴുപ്പ് വരുന്നെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ പക്ഷേ ഈ തിരി അതിനകത്തിരിക്കുമ്പോഴും നമ്മുടെ ഈ ഉടമ്പടി തൈലമാണ് ഞാൻ അപ്പോഴും ഈ ചെവിയുടെ പുറത്തുകൂടെയൊക്കെ ഞാൻ കുരിശ വരച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവേ, എൻ്റെ ചെവിയിൽ ഒന്നും സംഭവിക്കാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 1 മാസം എടുത്തെന്ന് തോന്നുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാനിങ്ങനെ വായു മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ ശ്വാസം വിടാൻ നോക്കിയപ്പം നോർമൽ ചെവി, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നത്, ശരിക്കും ഈ ഇടത്തെ ചെവി തന്നെ ആയിരുന്നോ ചേച്ചി എന്നാണ്. ഞാൻ പറഞ്ഞു അത് തന്നെ ആയിരുന്നു. എനിക്ക് അപ്പോൾ പറഞ്ഞെന്നാൽ കുഴപ്പമില്ല, മെഡിസിൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ എനിക്ക് അങ്ങനെ പൂർണ്ണ സൗഖ്യം തന്നു. അടുത്ത സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞങ്ങളൊരു വസ്തു കൊറോണ ടൈമിന് പോയി മേടിച്ചു. അതൊരു കോളനി വസ്തുവായിരുന്നു. മേടിച്ചെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്ക് ആ വസ്തുവിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ. പക്ഷേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു വാടക വീട്ടിലോട്ട് മാറി. അപ്പോൾ വാടകയൊന്നും കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല. എന്നിരുന്നാൽ പോലും എങ്ങനെയും കൊടുക്കാമെന്ന് ഓർത്തിരുന്ന് അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ മോള് പറഞ്ഞത്, അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു വീട് സ്ഥലം നോക്ക്, നമുക്ക് വേറെ മേടിക്കാമെന്നും.
അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു വീട് സ്ഥലവും വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും വാടക വീട്ടിൽ നിന്ന് മറണ്ട ടൈമുമായി. അപ്പം ഞാൻ ചെന്നപ്പോൾ ആ മോളോട് പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് ഈ വീട് സ്ഥലവും വേണം, പക്ഷേ ഞങ്ങൾ തരുന്ന 5 ലക്ഷം രൂപയ്ക്ക് തരുമ്പം ഞങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള പെർമിഷൻ തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ മാറി തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഈ വസ്തു ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഒക്കുന്നില്ല. എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടും അവർക്ക് ചില കേസുകൾ വന്നത് കാരണം ഞങ്ങൾക്ക് ഈ വസ്തു എഴുതിയെടുക്കാനൊക്കത്തില്ല. ഇവർക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കടക്കാർ ഈ വസ്തു സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അന്നേരവും ഡെയിലി ബ്രെഡിൽ ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും മാതാവിനോട്, അമ്മേ തടസ്സം കൂടാണ്ട് ഞങ്ങൾക്ക് ഈ വസ്തു എഴുതി തരണമേ, ആരും ഇതിനൊരു തടസ്സം വരില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആർക്കും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മാതാവ് എല്ലാവരെയും കണ്ണുകളെ മൂടിക്കൊണ്ട് ഞങ്ങൾക്ക് ആ വസ്തു എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനുള്ള ഒരു അനുഗ്രഹം തന്ന് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അപ്പോഴും എൻ്റെ കോളനി വസ്തു വിൽക്കാതെ കിടക്കുന്നു. ഞാൻ പോകുന്ന എല്ലാവരോടും പറയും വസ്തു വിൽക്കാനുണ്ട്. അവർ പറയും, ചേച്ചി നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റത്തില്ല, ആരും മേടിക്കാൻ വരത്തില്ല ചേച്ചിയെന്ന്. അങ്ങനെ ഇരിക്കവേ എനിക്ക് ജോസഫച്ചനെ കാണാൻ ഒരു സാഹചര്യം കിട്ടി. ഞാൻ വന്ന അച്ഛനോട് എൻ്റെ ദുഃഖം പറഞ്ഞപ്പോൾ അച്ഛനൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു, മോളിത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്, എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ഡെയിലി ബ്രെഡിൽ ഞാൻ ഈ വസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ ആ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും, മാതാവേ അമ്മ മാതാവ് ഇടപെട്ട് വിറ്റ് തരണേ എന്ന്. പിന്നെ ഒരു നിബന്ധനയും കൂടെ വെച്ച്, അമ്മേ ഒക്ടോബറിൽ ഈ മാസം ജപമാലയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്ന് വിറ്റ് തന്നേക്കണേന്ന്. പരിശുദ്ധ അമ്മയുടെ കൃപയാലെ പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് ആ വസ്തു യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾക്ക് ആ വസ്തു വിറ്റ് തന്നു. അതിനും അമ്മയ്ക്ക് 1,000 കോടി നന്ദി പറയുന്നു. പിന്നെന്ന് വെച്ചാൽ എൻ്റെ കാരുണ്യ പ്രവർത്തി എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഈ അക്രൈസ്തരായ മക്കളോടാണ് സഹകരിക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ കണ്ട് ആണ് ഞാൻ കൂടുതൽ അവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അനുഭവങ്ങൾ കണ്ട് ഞാൻ പല മക്കളെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി എടുക്കുന്ന വഴി ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് എന്നോണം നമ്മുടെ ഇവിടുന്ന് ബൈബിള്, ജപമാല, കൊന്ത പുസ്തകം ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് യൂട്യൂബിൽ ജപമാല ചൊല്ലുന്ന വിധം പോലും ഞാൻ എടുത്തു കൊടുക്കും, ഷെയർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കേണ്ട വിധം പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ജപമാലയ്ക്കും ഞാൻ 10 മക്കളെ ഇങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞവരെ ഞാൻ ജപമാലയ്ക്ക് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് ഈ വർഷവും 5 പേരെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂലിവേലയിൽ നിന്ന് പോലും ഞങ്ങൾ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മരുന്ന് മേടിക്കാനും മറ്റും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഒരു മകളുടെ വീടിൻ്റെ ജിപ്തി ആയിരുന്നപ്പോൾ ആ മകൾ എന്നോട് കരഞ്ഞു പറഞ്ഞു, ചേച്ചി ഒരു 10,000 രൂപയുടെ കുറവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, തരാം മോളെ, നീ എനിക്ക് തിരിച്ച് തരണ്ടെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞുകൂടാത്തതാ എന്നാലും പറഞ്ഞു പോവുക. കൊടുത്ത് ഞാൻ സഹായിച്ചു. അങ്ങനെ ആ മകൾക്ക് ആ ജിപ്തിയിൽ നിന്ന് വരെ ഒഴിവാകാൻ പറ്റി. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് ഇവിടെ ഉടമ്പടി എടുത്ത മക്കളാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാനിവിടുന്ന് മേടിക്കുന്ന പത്രം മിക്കവാറും ആരെങ്കിലേക്ക് ഇടയ്ക്ക് എല്ലാ മാസവും കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് പത്രം മേടിക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ വന്ന്. ആ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുന്ന ഒരു ജോലിക്ക് വന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പത്രം കൈമാറുന്നത്. കൊടുത്തേച്ച് ഞാൻ പറയും, മക്കൾ പ്രാർത്ഥിക്കുക, ഇതിലെന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല എന്ന് പറയും. പിന്നെ പല മക്കളോടും എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യത്തെ എനിക്ക് അവരോട് പറയാൻ പറ്റുകയും അവരെൻ്റെ ഇത് പത്രം ചോദിച്ച് മേടിച്ചുണ്ട്. അതും കൂടുതലും അക്രൈസ്തവരായ മക്കളാണ് ചോദിച്ച് മേടിക്കുന്നത്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഈ കോടാനകോടി നന്മകൾക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ നിൽക്കുന്ന അച്ഛൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ എന്നിരുന്നാലും അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ കൂടുതൽ കേൾക്കുമ്പം എനിക്ക് ആ ലാസ്റ്റുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ 2 പേരും 2 ജീവിതം എടുത്തവരാണ്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും പതറി നിൽക്കുമ്പം ഞാൻ ഈ സാക്ഷ്യം കേട്ടിട്ട് പറയും, മോളെ ഈ സാക്ഷ്യം കേൾക്കുക, അത് കഴിഞ്ഞ് അച്ഛൻ നമ്മൾക്കൊരു ഉപദേശം തരുന്നുണ്ട്, അത് ശരിക്കും ഇന്ന് മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും പറഞ്ഞ് ഞാനത് മക്കൾക്ക് 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ കേൾക്കുന്ന മിക്കവാറും സാക്ഷ്യങ്ങളുമൊക്കെ എൻ്റെ മക്കൾക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മക്കൾ 2 പേരും ഉടമ്പടിയിലാണ്. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, മക്കൾ ഇത് കേൾക്കണമേ, അച്ഛൻ പറഞ്ഞ ആ എക്സ്പ്ലനേഷൻ ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ദൈവനാമത്തിന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ തന്ന ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശു അപ്പച്ചനും കോടാനകോടി നന്ദി. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജെബിൻ, ഇതെൻ്റെ അനിയനാണ് നിതിൻ. ഞങ്ങൾ പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്കിവിടെ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2025 ജനുവരി 7-ാം തീയതിയാണ്.
ഞങ്ങൾ അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കൃപാസനത്തെക്കുറിച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഉടമ്പടി എടുക്കാനോ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനോ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെയുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളും പ്രാധാന്യവും പറഞ്ഞു തന്ന് ഞങ്ങളങ്ങനെ ജനുവരി 7-ാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്, ഞാൻ കുറച്ച് കാലമായിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എക്സാമൊക്കെ പാസ്സായി, പക്ഷേ ഇൻ്റർവ്യൂ കിട്ടാനും അങ്ങനെ അത് പാസ്സാവാനും കുറച്ച് സമയം എടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനത് ഇവിടെ വന്ന് ആദ്യത്തെ നിയോഗമായി എഴുതി ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഈ ഒന്നാമത്തെ നിയോഗത്തിൻ്റെ മേലധികം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും, അതുപോലെ നീ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, FSJക്ക് ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ FSJ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു വോളണ്ടിയറി പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എഴുതിയിട്ടത് എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നി അത് വേണ്ടാന്ന്. പിന്നെ എൻ്റെ കുറച്ച് ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, പിന്നെ ഞാനതങ്ങനെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാനത് എടുത്തു. അതെടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കോൺഫിഡൻ്റായിട്ട് ആൻസർ ചെയ്തു. ഞാനത് കഴിഞ്ഞിട്ട് ഏജൻസിയിൽ പറഞ്ഞു, ഇത് കിട്ടും, കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ചില സമയത്ത് ഞാൻ ഈ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നേരം കൂടി കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കൊരു സ്വപ്നത്തിൽ ഇങ്ങനെ, നിനക്കിത് ഇല്ല, എൻ്റെ ഏജൻസി എന്നോട് പറയുകയാണ്, നീ ഇതിലില്ല, നിൻ്റെ പേര് മാത്രം ഇതിലില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കിതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഏജൻസിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ജെബിൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏജൻസി പറയാനില്ല, ജെബിൻ അതിലില്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മെയിലും വന്നു, എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കൗൺസിലിങ്ങിന് വേണ്ടി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ ചോദിച്ചു, എന്താ ഇനി പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ ഏജൻസി മാറണമെങ്കിൽ ഞാൻ മാറാം, ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞായിരുന്നു, കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ക്ഷയിക്കാണ്ട് തരണമല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഏതിലൊരു സംഖ്യ മനസ്സിൽ വിചാരിക്ക്, പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സംഖ്യ വിചാരിച്ചു, ഞാൻ 6 വിചാരിച്ചത്. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു 5 or 9 അങ്ങനെ ഇതിലേതിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, 6. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മാറണ്ട, ഈ ഏജൻസി വഴി നിനക്ക് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവിടുത്തെ മാനേജറിന് ഇന്നൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് എനിക്ക് അച്ഛൻ തിരിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ എന്തെങ്കിലും വന്നാൽ നീ എന്നെ വന്ന് കാണണം, ഇനി വന്നില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് നീ എന്നെ വന്ന് കാണണം, ഈ പേപ്പർ അവിടെ കാണിച്ചാൽ മതി, ഇവിടെ കയറ്റി വിട്ടോളും, ഞാൻ നിനക്ക് വേണ്ടി ഇവിടുന്ന് ഒരു മെസ്സേജ് എടുത്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, അനക്കങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്ത് ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛനിവിടെ ഇല്ല, അച്ഛനൊരു വിദേശ ധ്യാനത്തിലായിരുന്നു. ഞാനിവിടെ വന്നു, മാതാവിൻ്റെ മുന്നിൽ ഒരു കൊന്തയൊക്കെ ചൊല്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു, ഒരു 20 ദിവസം കഴിഞ്ഞിട്ടേ അച്ഛൻ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛനോട് ഇതിലേക്ക് ചേർന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടി പിറ്റേ ദിവസം വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും മെയിൽ വന്നു, നിനക്ക് വേറൊരു ഇൻ്റർവ്യൂ ഡേറ്റും കൂടി ശരിയായിട്ടുണ്ട്, അപ്പോൾ അതിന് നിനക്ക് ഓഗസ്റ്റ് 14 ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കാണണം എന്നാണല്ലോ പറഞ്ഞു, പക്ഷേ അച്ഛനിവിടെ ഇല്ല. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മയും എൻ്റെ ആൻറ്റിയും എല്ലാവരും കൃപാസനത്തിലോട്ട് കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കെന്തോ പെട്ടെന്നൊരു തോന്നൽ തോന്നി. ഞാൻ ഫോണെടുത്ത് കൃപാസനത്തിലോട്ട് വിളിച്ചു. ഒറ്റ റിങ്ങിൽ കോൾ എടുത്തു. ഒരു ഫീമെയിൽ സൗണ്ട് ആയിരുന്നു. കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കിട്ടുന്നതാണ് മാതാവ് പറയണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനെയും കൂടി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. നീ പോന്നോ, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് പോന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 14 ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ട് ഞാനും അമ്മയും എൻ്റെ ഒരു ആൻറ്റിയും ഓഗസ്റ്റ് 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അറിയണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 14 ഇൻ്റർവ്യൂ കഴിഞ്ഞു. 15 രാവിലെ ഞാനിതുപോലെ എനിക്കൊരു എന്തോ ഒരു തോന്നലോ എന്ന് ഞാൻ ഏജൻസിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്, അത് ജെബിൻ്റെ അടുത്ത് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ള കോൺഫിഡൻസൊക്കെ പോയി. അങ്ങനെ ഒരു രീതിയിലിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിന്നില്ല, അവർ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അനിയനാണ്, ഇവൻ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിട്ട ഡേറ്റ് ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18 ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ തിങ്കളാഴ്ച ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു, ജെബിനെ നീ അതിൽ പാസ്സായിട്ടുണ്ട്, നിനക്ക് നവംബർ 1 ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ FSJ എടുത്ത് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് 1100 euro ആയിരുന്നു എനിക്ക് സ്റ്റൈഫൻഡ് പറഞ്ഞേക്കുന്നത്. എനിക്കിത് മാറ്റി തന്നു. ഇപ്പോൾ എനിക്ക് 1475 യൂറോൻ്റെ അടുത്ത് സ്റ്റൈഫൻഡ് ഉണ്ട്.
അപ്പോൾ എനിക്ക് വളരെ നല്ലത് തന്നെ മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള പ്രശ്നം വന്നത് VFSന് ഡേറ്റ് എടുക്കലായിരുന്നു. ഇപ്പോൾ വിസയ്ക്ക് ഡേറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നവംബർ 1 ക്ലാസ്സും തുടങ്ങും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഒക്ടോബർ 2nd വീക്കോട് കൂടിയേ ഡേറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതും മാതാവിൻ്റെ കൊന്തമാസത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഒക്ടോബർ 1 തന്നെ ഡേറ്റ് തന്നു. ഞാൻ VFS കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഇന്നലെ എൻ്റെ വിസ വന്നു. എനിക്ക് മെയിൽ വന്നത് ഒരു ശനിയാഴ്ചയാണ്, മാതാവിൻ്റെ ദിവസമാണ്. എനിക്ക് വിസ വന്നതും ഇന്നലെ ശനിയാഴ്ചയാണ്, ഒരു മാതാവിൻ്റെ ദിവസമാണ്. ഈ വിസ അടിച്ചേക്കുന്നത് പാസ്പോർട്ടിലെ 7ാമത്തെ പേജിലാണ്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം വരുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് UTI വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അത് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനാണ്, അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് വന്നതായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ റൺ ചെയ്തു. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡിൽ HbA1c കൂടുതലാണ്, ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, നീ ഒരു ഫിസിഷ്യനെ കാണിച്ചോ, എന്നിട്ട് അതിനുള്ള മരുന്ന് എഴുതി മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ എനിക്കിനി ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഞാൻ വേറൊരു മരുന്നും അതിനുവേണ്ടി എടുത്തിട്ടില്ല, ഞാൻ ഒരു ഡോക്ടറെയും പോയി കണ്ടിട്ടില്ല. ഞാനത് കഴിഞ്ഞു. ഞാനൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലാബിൽ പോയി വെറുതെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഷുഗർ മൊത്തം കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. പിന്നെ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് വേറൊരു ലാബിൽ പിന്നെയും പോയി ടെസ്റ്റ് ചെയ്തു, അതും നോർമലായിരുന്നു. ഇങ്ങനെ 2 അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് നിതിൻ. ഞാൻ ജൂലൈ 12-ാം തീയതിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടയാളം തരണേന്ന്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിനെ ഇവിടെ എത്തിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായി. അതിൽ ഞാൻ ആദ്യമായിട്ട് നിയോഗം എഴുതിയിട്ടത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനും അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി എനിക്ക് നൽകണമെന്നുമായിരുന്നു. അതെനിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒരു ഗൈഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുണ്ടെന്ന് എന്തൊരു ശക്തിയാണ്. ആ ശക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, നീ ഇതിലേക്ക് പോകൂ, ഇങ്ങനെ പോകൂ, അങ്ങനെ പോകുമെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ 2ാമത്തെ നിയോഗമായിട്ട് എഴുതിയെടുത്തത് ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂരിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ വന്ന സമയത്ത് എനിക്ക് അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ പുറത്ത് ഫുള്ള് ഏകദേശം ഫില്ലാവുകയും ചെയ്തു. അപ്പോൾ ആകപ്പാടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ 12-ാം തീയതിയാണ്. സെപ്റ്റംബർ 12-ാം തീയതി ആയപ്പോഴേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, എനിക്ക് ജൂബിലി മിഷൻ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. പിന്നെ എൻ്റെ ഒരു വിഷമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിനിപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഈശോയും മാതാവുമാണ് പ്രധാനം. അപ്പോൾ ആ രീതിയിലുള്ള എനിക്ക് ഉടമ്പടിയൊക്കെ പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു അനാഥ മന്ദിരമാണ്. അപ്പോൾ എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എവിടേക്കും പോകേണ്ട കാര്യമില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. പിന്നെ ഞാൻ പഠിക്കണ കോളേജിൽ തന്നെയാണെങ്കിൽ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കുർബാനയും കുമ്പസാരവും ഉണ്ട്. അപ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അതോടെ ചെയ്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ ഉടമ്പടി പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാനും പറ്റി. പിന്നെ 3ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ജർമ്മനി പോക്കിൽ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ നിയോഗം വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഏത് ഡേറ്റ് വെക്കണമെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഓഗസ്റ്റ് 18 എന്ന് എഴുതുമെന്ന്. ഓഗസ്റ്റ് 18 ഞാൻ എഴുതി. സംഭവം ഞാൻ ആ ഡേറ്റിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഓഗസ്റ്റ് 18-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അതൊരു ഇൻ്റർവ്യൂസ് പാസ്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ പാസ്സായി, കോൺടാക്ട് ലെറ്റർ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ച ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് തന്നെ എനിക്ക് നടന്നു എന്ന്. അമ്മ മാതാവിനും തിരുക്കാമനും 1000 നന്ദി പറയും. ഞാനിതിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, ലിഞ്ചു എന്ന പേര്. ഞങ്ങൾ 2 പേരും കൂടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവർക്ക് വൈകുന്നേരത്തെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ വിശന്ന് വന്നിരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ചാരിറ്റികളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോണിലോ അങ്ങനെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ സാലറിയിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സംഖ്യ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു. ആ പത്രം ഞങ്ങളുടെ കോളേജിൻ്റെ
അവിടെയുള്ള ക്രൈസ്തവർക്കും എല്ലാവർക്കും ഞങ്ങൾ പോയി കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാതാവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷപ്പെട്ടതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റി. ഇത് രണ്ടുമാണ് ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനും ദൈവപിതാവിൻ്റെ മഹത്വത്തിനും വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. എൻ്റെ പേര് മരിയ. ഞാൻ നേഴ്സാണ്. 2023 ഞാൻ നഴ്സിംഗ് പാസ് ഔട്ടാവുന്നത്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങി. ജർമ്മൻ പഠിച്ചിട്ട് B2 ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് മുന്നേ തന്നെ B2ൻ്റെ എക്സാം ചെയ്യാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് എവിടെ നിന്നോ വന്നു. ഒന്നാമത് എക്സാമിന് ഡേറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ 2 മൊഡ്യൂളിന് പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 2 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂള് നല്ല മാർക്കോടെ പിന്നെ പാസ്സായി, ഒരു മൊഡ്യൂള് ഒരു 10 മാർക്കിന് ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബാക്കി 4 മൊഡ്യൂളിൽ ബാക്കി 2 മൊഡ്യൂളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടുകിടന്നാണ് പഠിക്കാറ്. അങ്ങനെ പഠിച്ച് എക്സാം ചെയ്തു. ഒരെണ്ണം സ്പീക്കിങ്ങും ഒരെണ്ണം റീഡിങ്ങും ആയിരുന്നു രണ്ടാമത്തെ ചെയ്തത്. അപ്പം റീഡിങ് എനിക്ക് എളുപ്പമായിരുന്നു, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്പീക്കിങ് എൻ്റെ കൂടെ ഉണ്ടായ പാർട്ട്ണർ നല്ലപോലെ ജർമ്മൻ പറയുമായിരുന്നു. അപ്പം ആളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അപ്പം ആ കാശ്രൂപം പിടിച്ച് തന്നെ ഞാൻ സ്പീക്കിംഗ് ചെയ്തു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം നെക്സ്റ്റ് മാസത്തേക്ക് അതായത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാനുള്ള ടൈം വന്നു. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് അത്ര കോൺഫിഡൻറ്റ് പാസ്സാവോ ഇല്ലയോ എന്ന് അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനും ഡേറ്റ് കൊടുത്തു, പേര് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യം പോയ വേറൊരു മൊഡ്യൂളിലും കൂടിയും പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ സ്പീക്കിംഗ് പാസ്സായി റീഡിങ്ങും പാസ്സായിരുന്നു. അപ്പം ആ സ്പീക്കിംഗ് മൊഡ്യൂളിൽ എനിക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ട വന്നില്ല, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട വന്നില്ല. ഇതുപോലെ വേറെ മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഈ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പർട്ടിക്കുലർ പോർഷൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചു. അത് തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നതും. അങ്ങനെ 4 മൊഡ്യൂളും വേഗം എക്സാം ഡേറ്റ് കിട്ടി പാസ്സാവാൻ സാധിച്ചു. ഡേറ്റൊക്കെ കിട്ടാനും ഒത്തിരി ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിലും ഏജൻറ്റിന് ഒത്തിരി ഫീസൊക്കെ കൊടുത്താണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഞാൻ സ്വയം തന്നെ ഡേറ്റ് എടുത്താണ് കാശ് രൂപം പിടിച്ച് ഞാൻ മെയിൽ സെൻഡ് ചെയ്യും. 2 മിനിറ്റ് നേരത്തേക്കാണ് ആ മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ പ്രയോറിറ്റി വൈസിലാണ് അവർ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അയച്ച എല്ലാ മെയിലിനും എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എക്സാം പാസ്സായി ഉടനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. മെയിൻ കടമ കഴിഞ്ഞ് കിട്ടിയല്ലോ, അപ്പം ഉടനെ പോകാൻ പറ്റുമെന്ന് കരുതി. അപ്പം ആ ഒരു 2-3 മാസം ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. അപ്പം ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിപ്പിക്കാൻ കയറാം. നാട്ടിലിപ്പോൾ നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല. ജർമ്മൻ പഠിപ്പിക്കാൻ കയറാമെന്ന് കരുതി ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചോദിച്ചു. അപ്പോൾ അവരെന്നെ എടുത്തു. ഞാൻ അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങും അവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ അവരെനിക്ക് കുറേ ഇൻ്റർവ്യൂ തന്നു. എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ ഇല്ല. ഒരു 5-8 ഇൻ്റർവ്യൂ ഞാൻ ആ ഏജൻസിയിൽ തന്നെ ചെയ്തു. ഒപ്പം അവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 8 മാസത്തോളം കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ അവിടുത്തെ ആൾക്കാർ, അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്ത ആൾക്കാർ ഇങ്ങനെ പിന്മാറാൻ തുടങ്ങി. അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാനും അവിടെ പഠിപ്പിക്കൽ നിർത്തി. എന്നിട്ട് ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞു. നോർക്ക വഴിയായിട്ട് 250 നഴ്സുമാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു നോർക്ക സെൻറ്റർ. അപ്പോൾ അവിടേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെന്നു. അപ്പം അവരവിടെ പറയാണ്, എങ്ങും ഇല്ലാത്ത നിയമമാണ് അവരവിടെ പറഞ്ഞത്. 6 മാസത്തിൽ ഉള്ളിൽ നിൽക്കണം, ലാസ്റ്റ് പാസ്സായ മൊഡ്യൂളിൽ 6 മാസത്തിനുള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെയാണ് ഇവിടെ 8 മാസവും കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ സ്കോപ്പ് ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 14, 2024 കറക്റ്റ് 2025 ഏപ്രിൽ 14 ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു
അച്ഛൻ ഒരു കാശ് രൂപം തന്നു. എന്നിട്ട് പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് വഴിയായിട്ട് ഞാനൊരു ഏജൻറ്റിനെ ബന്ധപ്പെട്ടു. ആ ഏജൻറ്റ് ഓക്കെ എൻ്റെ പ്രോസസ്സിങ് ഏറ്റെടുത്തു. അപ്പം ഓൾറെഡി ഒരു ഏജൻസിയിൽ ഫെയിലായതും കൊണ്ട് വീണ്ടും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാൻ വേറൊരു ഏജൻസിയും കൊടുത്തു. 2 ഏജൻസി ഒരേ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരെണ്ണം ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു, ഒരെണ്ണം ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. പക്ഷേ ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യങ്ങളാണ് വേഗം നടന്നത്. ഇൻ്റർവ്യൂ കിട്ടി, അത് പാസ്സായി എന്ന് പറഞ്ഞു. ഓഫർ ലെറ്ററും റെഡിയാണ്. പക്ഷേ എന്നെ ആദ്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ആകെ അവർ ചെയ്തു തന്നത് എൻ്റെ ഒരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്, അതിനെ ബെഷൈഡ് എന്ന് പറയണേ, ആ ബെഷൈഡ് എനിക്ക് അവർ റെഡിയാക്കി തന്നായിരുന്നു. ആ ഒരു ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ 2 ഏജൻറ്റുമാരുടെ അടുത്തും ചെന്നത്. അപ്പം ഈ ഓൾഡ് ഏജ് ഹോമിലെ ഏജൻറ്റ് പറഞ്ഞു, ഈ ബെഷൈഡ് ഈ സ്റ്റേറ്റിലുള്ളതല്ല, ആ ബെഷൈഡ് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു, അയാളുടെ സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ബെഷൈഡ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു പ്രിൻ്റ് തന്നു, എന്നോട് പറഞ്ഞു സൈൻ ചെയ്തിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കാതെ മറ്റേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വന്നു. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വരുന്നത് ശരിക്കും 7-ാം മാസം ജൂലൈ 7-ാം തീയതി തന്നെ വന്നത് എനിക്ക്. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഞാനിനിപ്പോൾ ഏത് സെലക്ട് ചെയ്യണം. ഓൾഡ് ഏജ് ഹോമിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇൻ്റർവ്യൂ ഒന്നും ഇനി അറ്റൻഡ് ചെയ്യരുത്, ഓൾറെഡി പാസ്സായിട്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ തന്ന ആ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്കിനി ഇൻ്റർവ്യൂ വേണ്ട. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ വേറൊരു ഏജൻസി വഴിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാൾ കുറേ വഴക്ക് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒന്ന് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണു, ഒരെണ്ണം പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പം മറ്റേ ഓൾഡ് ഏജ് ഹോമിലെ ആൾ പറഞ്ഞു എന്നോട് എയർപോർട്ടിൽ ചെന്നിട്ട് ഒരാളുടെ കൊടുത്തു വിടണം ജർമ്മനിക്ക്, ആളിന്ന് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് സൈൻ ചെയ്ത് ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുവാണ്. 2 ഏജൻറ്റുമാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ അണ്ടറിലേക്ക് വരണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അവസാനം പ്രാർത്ഥിച്ച് ഡിസിഷൻ എടുത്തു, നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക്, അതായത് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ കിട്ടിയ ഇൻ്റർവ്യൂ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ട് വരെ പോയതാണ് ഇത് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ. അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടി. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ നല്ല ഹോസ്പിറ്റലാണ്, നല്ല സാലറിയോടെയുള്ള നല്ല ഹോസ്പിറ്റലാണ്. പള്ളിയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു വിസയ്ക്ക് എല്ലാ പേപ്പേഴ്സും കറക്റ്റായി, വിസയ്ക്ക് വെക്കാനുള്ള ഡേറ്റ് കിട്ടുന്നില്ല എന്നൊരു ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, വിസയ്ക്ക് നിങ്ങളും സ്വയമായിട്ട് നോക്കിക്കോ, ആൾക്കും കിട്ടുന്നില്ല, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ആളെ അറിയിക്കുന്നുള്ള രീതി പറഞ്ഞു. അപ്പം എംബസിയിലൊക്കെ ഇഷ്യൂ ആയിട്ട് വിസ ഭയങ്കരമായിട്ട് കിട്ടാത്ത ഒരു ടൈമിലായിരുന്നു. അതായത് സെപ്റ്റംബർ 1 ഉള്ളോടെയാണ് എന്നോട് പറയുന്നത് വിസയ്ക്ക് ഡേറ്റ് നോക്കിക്കോളാൻ. അപ്പം ഞാൻ കുറേ ഏജൻറ്റുമാരെ അന്വേഷിച്ചു, എല്ലാവരും ഒത്തിരി ഹൈ റേറ്റാന്നൊക്കെ പറയണം ഒരു ഡേറ്റ് എടുത്ത് തരാനൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന്, നിൻ്റെ ഗുരു നിൻ്റെ നയനങ്ങൾ ദർശിക്കും. അങ്ങനെ ഒരു വചനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ടോട്ടലി മീൻസ് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് റിപ്പീറ്റഡായിട്ട് ഈ വചനം കിട്ടുമായിരുന്നു. അപ്പം ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റ് വഴി എനിക്ക് ഡേറ്റ് കിട്ടി, ഡേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഡേറ്റ് കിട്ടി. അത് ഒക്ടോബർ 10-നാണ് ഡേറ്റ് കിട്ടിയത്. അത് 10-ന് എനിക്ക് വിസയ്ക്ക് വെക്കാമെന്നുള്ള രീതിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പത്രം വാങ്ങിക്കാറുണ്ട്, കറക്റ്റ് ഡേറ്റിനൊക്കെ ഉടമ്പടി പുതുക്കാറുണ്ട്, റെഗുലറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ വരേണ്ട ഒരു ഡേറ്റ് വന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്, വിസയ്ക്ക് വെക്കുന്നത് 10-ാം തീയതി. അപ്പോൾ വിസയ്ക്ക് ഒക്ടോബർ 4-ാം തീയതി ഞാനിവിടെ വന്നപ്പം ഞാൻ എപ്പോഴും എനിക്ക് ബൈബിൾ ഓർക്കുമ്പോൾ വേറെ ഒരു ബാറൂക്ക് പ്രവാചകൻ്റെ ഒരു അധ്യായം കിട്ടാറുണ്ട്. അതിലെൻ്റെ നിയോഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് സിസ്റ്റർ ഇവിടെ വായിച്ചത്, ലേഖനം വായിച്ചത്. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പോയി 10-ാം തീയതി പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് വെച്ചു. പ്രത്യക്ഷീന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, ജപമാലയൊക്കെ ചൊല്ലി ഞാൻ അവിടം വരെ പോയി, അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിസയ്ക്ക് വെച്ചു.
വിസയ്ക്ക് വെച്ചപ്പോഴേക്കും ഓൾറെഡി ഞാനൊരു കാര്യം വിട്ടുപോയി, എൻ്റെ ഓഗസ്റ്റിലാണ് ഞാൻ 4 മൊഡ്യൂളും പാസ്സായത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത നിയമം അവിടെ വന്നു തുടങ്ങി. വാലിഡിറ്റിയുടെ ഇഷ്യൂ, ഇത് ജർമ്മനി അങ്ങനെ വാലിഡിറ്റി ഇല്ല മൊഡ്യൂളിനൊന്നും. അപ്പം ഞാൻ സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടേക്കുന്നത് മാതാവ് നമുക്ക് ഫേവറബിളായിട്ടാണ് നിയമങ്ങളൊക്കെ മാറ്റണമെന്നാണ്. പക്ഷേ എനിക്കിത് തിരിച്ചാണ് വന്നത്, എൻ്റെ വാലിഡിറ്റി തീർന്നു എന്നുള്ള രീതിക്കായി. അപ്പം ഞാൻ ഒരു സാക്ഷിയൊക്കെ കേട്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ ആളുടെ ഇതുപോലെ തന്നെ മെറിറ്റ് അവസാനിക്കുന്നിടത്ത് ആൾ പറയുന്നത്, എൻ്റെ മെറിറ്റ് അവസാനിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു, കാരണം ഇനി അത് ഗ്രേസിൽ നടക്കൂലോ എന്ന് പറഞ്ഞു. അപ്പം അതും എനിക്ക് കോൺഫിഡൻസ് തന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള പ്രീ അപ്രൂവൽ അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വെച്ചായിരുന്നു. വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു. 2 ആഴ്ചയും കൊണ്ട് കിട്ടുമെന്നൊക്കെയാണ് ഏജൻറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ ഒക്ടോബർ 10 വെച്ചിട്ട് വരുന്നുണ്ടായില്ല. അങ്ങനെ എനിക്ക് ശരിക്കും ഉടമ്പടി പുതുക്കേണ്ടത് ഇന്നത്തെ ദിവസമാണ്. ഇന്നുമേ ഇപ്പോൾ പുതുക്കി. അപ്പം ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ OET പാസ്സായി, ഇതുപോലെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൾ ജർമ്മൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ജർമ്മൻ ഇന്നൊക്കെ എക്സാമാണ് ഈ ടൈമിൽ. അപ്പോൾ അവൾക്ക് ഇവിടെ വരണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവളിവിടെ വന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവളെ കൂട്ടി വന്നു. അപ്പം അവൾക്കും ഇതുപോലെ മാതാവ് അടയാളം കൊടുക്കണം. അവൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഉടമ്പടിനോട്. അപ്പം ആ ടൈമിൽ എനിക്കും സുഗന്ധാഭിഷേകമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവൾക്കും കൊടുത്തു. അങ്ങനെ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതുവരെ തിങ്കളാഴ്ചയായിട്ടും എൻ്റെ ഡിസ്പാച്ചായി എന്നുള്ള മെയിലൊന്നും വന്നില്ല. അപ്പം ഞാൻ പഴയ ധ്യാനമൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ടോക്കുകളച്ഛൻ്റെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ടോക്കിലച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് അറിയിപ്പിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ വേഗം ആ ഒരു ധ്യാനം 8:30 തൊട്ടായിരുന്നു ആ ധ്യാനം, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ച കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇട്ടു. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ചായിന്ന് വന്നു. അപ്പം ആരാധന ടൈമിലായതും കൂടെ ഞാൻ വിശ്വസിച്ചു അത് മാതാവ് തന്നെയാണ്. മാതാവ് വിസ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഇന്നലെ എനിക്ക് കയ്യിൽ വിസ കിട്ടി. അപ്പം മാതാവ് വഴിയായിട്ട് ഈശോ ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഉടമ്പടിയിലേക്ക് വരാനും ഒക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കണവരോട് ഞാൻ പറയും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെയുള്ള അനുഗ്രഹങ്ങളെ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അമ്മ മാതാവിനും ഈശോപ്പച്ചയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് പഞ്ചു, ഞാൻ UK വരണു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 15 എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് പറഞ്ഞത്. ഞാൻ 2022 സെപ്റ്റംബറിൽ ഞാൻ UK പോയതാണ് സ്റ്റുഡൻറ്റ് വിസയിൽ. അപ്പം പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, എടി ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിനക്ക് പോകാനിപ്പോൾ പറ്റിയില്ലെങ്കിലും നീ ഒന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ഇടാം, നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായി, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടുണ്ടായില്ല. പക്ഷേ പ്രാർത്ഥിച്ചു, 5:30 എണീറ്റ് പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു. ആദ്യത്തെ എക്സാമിന് പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ എനിക്കൊരു ആവശ്യത്തിന് വരേണ്ടി വന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരമാണ് മാർച്ച് 15 ഉടമ്പടി എടുത്തത്. അപ്പോൾ ആ വരുന്ന സമയത്ത് മോന് ഭയങ്കര ചുമയും കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ UK ചെന്നിട്ടേ ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടായപ്പോൾ ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉറങ്ങാൻ പറ്റാത്ത അത്രയും ചുമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് ഇവൻ രാത്രി ഉറങ്ങാൻ പറ്റാതെ ചുമച്ച് കിടക്കുമ്പോൾ ഞാൻ മമ്മിയെ ഉടമ്പടി തൈലം ഒന്ന് അവന് തേച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. മമ്മി ഉടമ്പടി തൈലം തേച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും കൊച്ചിനങ്ങ് ചുമ കൂടി പെട്ടെന്ന് കൊച്ചു ചെന്ന് ബാത്റൂമിൽ ചെന്ന് ഒരു വലിയ 2 കട്ട കഫം അങ്ങ് ചുമച്ചങ്ങ് തുപ്പിക്കളഞ്ഞു. ആ ചുമച്ച് പോയതിന് ശേഷം അവൻ ഇന്നേ വരെ, ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു, ഇന്നേ വരെ അവന് ചുമയുണ്ടായിട്ടില്ല. ചുമയുണ്ടായാലും അങ്ങനെ ഒരു കഫത്തിൻ്റെ പ്രശ്നമില്ല. ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ചുമച്ചങ്ങ് പോവേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അപ്പം തന്നെ അവന് ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുത്ത് എല്ലാം രോഗസൗഖ്യങ്ങൾ വരാറുണ്ട്.
പിന്നെ ഉള്ളതെന്ന് ഞാൻ ആ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് UK സ്കൂളിലെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ദിവസത്തിന് മേളിൽ കൊച്ച് ലീവായി കഴിഞ്ഞാൽ അത് അൺഓതറൈസ്ഡ് ലീവാവും. അപ്പം നമുക്കത് ഫൈൻ അടയ്ക്കണം. ഒരു പേരൻറ്റ് 60 പൗണ്ട് വെച്ച്, അതായത് നമുക്കൊരു 160 പൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട വരുമായിരുന്നു. അപ്പം ആ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഇവനൊരു 33 ദിവസത്തെ ലീവായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡിനൊരു ടെമ്പററി ജോലിയാണ് ഉണ്ടായിരുന്നത്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാതെ മാതാവേ ഫൈനൊന്നും നമുക്കില്ലാണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സഹായമാവും. കാരണം 15,000 രൂപയോളം നാട്ടിലെ പൈസയാവും. അപ്പം രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പൈസ അടയ്ക്കണം, കാരണം കൊച്ചിന് ഓൾറെഡി 5 വയസ്സായി, നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അപ്പോൾ കൗൺസിലിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ നിങ്ങൾ ഫൈൻ അടയ്ക്കണം. അത് 1 മാസത്തിന് മേളിലായി കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും, അത് 360 പൗണ്ടാവും, 35,000 രൂപയോളം ആവുമെന്ന് പറഞ്ഞു. ആ ഫോൺ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അതൊന്ന് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞില്ല, സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചേക്കുവാണ്, കൊച്ചിനിപ്പോൾ ജസ്റ്റ് 5 വയസ്സ്, ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ ആ ഫൈൻ അടയ്ക്കണ്ട, ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് കുറേ ശ്രമിച്ചു, ജോലിയൊന്നും ആവുന്നില്ല. അപ്പം 2024 ഞാൻ ലൈറ്റ് അക്കാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. എനിക്ക് ഏപ്രിൽ 30 മുന്നേ, 2024 ഏപ്രിൽ 30 മുന്നേ എനിക്കൊരു ജോലി റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് അക്കാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആമസോണിൽ ജോലിക്ക് വിളിച്ചു തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ എനിക്ക് ഷിഫ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ കൃപയെന്ന് മാത്രം എനിക്ക് ആ ഏപ്രിൽ 30 ഞാൻ ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ എനിക്ക് ഷിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ 2024 മെയ്യിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പം അതൊരു കോൺട്രാക്റ്റ് ബേസിലാണ്. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്റ്റ് ജൂലൈ വരെ ആയിരുന്നു. ആ ജൂലൈയിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പം അവരെനിക്ക് ജനുവരി വരെ ആക്കി. ആ ജനുവരി അങ്ങനെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് 2024 മെയ് 3 വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാക്റ്റ് തീരുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മളുടെ അടുത്ത് പറയും, നിങ്ങളുടെ കോൺട്രാക്റ്റ് തീരുവാണോ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണോ എന്ന്. അപ്പം മെയ് 3 അതിന് മുന്നേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കോൺട്രാക്റ്റ് തീരുവാണ്, മെയ് 3 കോൺട്രാക്റ്റ് തീരുവാണ്, നിനക്ക് ഞാൻ ഈ ലെറ്റർ തരുവാണ്, കോൺട്രാക്റ്റ് തീർന്നോ ലെറ്റർ തരുവാന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് ഞാൻ മാനേജറുടെ അടുത്ത് പുറത്തിറങ്ങി. പിറ്റേ ദിവസം ടീം ലീഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ മാനേജർ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നിട്ട് മാനേജറെ വൈകുന്നേരം ഞാൻ പോയി കണ്ടു. മാനേജർ എൻ്റെ അടുത്ത് പറയുകയാണ്, നിൻ്റെ ഇവിടുത്തെ കോൺട്രാക്റ്റ് ഞങ്ങൾ തീർത്തു, പക്ഷേ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരുവാണ്, നിനക്ക് വേറൊരു ആമസോണിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ തരുവാണ്, നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമുക്കൊരു ജോലി ഇല്ലാതെ നമ്മളവിടെ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അവരെനിക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ജൂലൈ 26 എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഞാൻ അടുത്ത FC മെയ് 4 കയറി. 24 ജൂലൈ 26 ആയപ്പം പുതിയ സ്ഥലത്തെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനിവിടെ പെർമനൻ്റ് ആക്കുക. ഞങ്ങളൊരു 10-20 പേരോളം അന്ന് ജൂലൈ 26 കോൺട്രാക്റ്റ് തീരുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 പേര്, അതിനകത്ത് ഗേൾസ് ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ഗേൾസിൽ എനിക്ക് മാത്രം അവിടെ കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് മുന്നേ നമുക്ക് ശരിക്കും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. അപ്പം ആ ട്രെയിനിങ് കിട്ടണമെങ്കിൽ നമ്മൾ മാനേജറിൻ്റെ അടുത്ത് ടീം ലീഡറിൻ്റെ അടുത്തും പറയണം. ഞാൻ മാനേജറിൻ്റെ ടീം ലീഡറിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എനിക്കൊന്ന് ട്രെയിനിങ് താ, കാരണം എനിക്ക് മറ്റേ സ്ഥലത്ത് ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ട്രെയിനിങ് താന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ മാനേജർ പറഞ്ഞു ഓക്കെ നിനക്ക് നെക്സ്റ്റ് വീക്ക് തരാം, പക്ഷേ അവരെനിക്ക് തന്നില്ല. ആ ട്രെയിനിങ് മറ്റ് ഇതിലത്തെ ട്രെയിനിങ് കിട്ടിയത് ആർക്കും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ല, അവരുടെ ജൂലൈയിൽ തീർന്നു, എന്നെ അവിടെ പെർമനൻ്റ് ആക്കി. അപ്പം ഞാൻ പഠിച്ചതും ഞാൻ വർക്ക് ചെയ്തതൊക്കെ IT-യിലായിരുന്നു. അപ്പം ആമസോണിൽ തന്നെ നമുക്ക് IT-യിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ട്രാൻസ്ഫറിന് ഓപ്ഷൻസ് ഉണ്ട്, ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ മെയ് 24 കയറിയപ്പോൾ മുതൽ ഞാനവിടെ ഈ IT അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യവും അപ്ലൈ ചെയ്യും. ഒരു 90-100 ആപ്ലിക്കേഷൻസ് അല്ല ഞാൻ ആമസോണിൽ തന്നെ IT-യിൽ ഞാൻ കാണുന്നതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുന്നു. ഒരു 10 ഇൻ്റർവ്യൂസിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം റിജക്റ്റ് ആയിപ്പോയി. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അപ്പം ഞാൻ കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി. അന്നേരം ഞാൻ ജോലിയുടെ കാര്യം വച്ചിട്ടുണ്ടായി.
അപ്പം ഞാൻ എന്നിട്ട് ഞാൻ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് ഇത് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു 56 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് വന്നു. അപ്പം ഞാൻ വിളിച്ചു എന്താണെന്ന് എനിക്കറിയില്ല, 56 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഒക്ടോബർ 20 എനിക്കൊരു ഇൻ്റർവ്യൂ വരുവാം ആമസോണിൽ തന്നെ. പക്ഷേ എനിക്കത് വേറെ ഒരു വീട്ടിലൊരു സാഹചര്യം മൂലം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അറ്റൻഡ് ചെയ്യണം, എനിക്ക് പറ്റുന്ന സമയത്ത് റീഷെഡ്യൂൾ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അടുത്ത ഡേറ്റിലൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് റീഷെഡ്യൂൾ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ അവർക്ക് മെയിൽ അയച്ചിട്ടും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഓക്കെ താങ്ക് യു, നീ ഞങ്ങൾക്ക് ഡേറ്റ് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവർ താങ്ക്സ് മെയിൽ അയച്ചിട്ട് കഴിഞ്ഞ 3-ാം തീയതി എനിക്കവർ പുതിയ ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്തു തന്നു. 2 ഇൻ്റർവ്യൂർ ഉണ്ടായിരുന്നു. അത് ഒരു ഇൻ്റർവ്യൂർക്ക് 30 മിനിറ്റ് വെച്ച് അങ്ങനെ 1 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ 2 മണിക്കൂറാണ് നിന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂർ 1 മണിക്കൂറിന് മേലെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് നോക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കിടക്കുന്നത് നോ ലോങ്ങർ കൺസിഡറിങ് ദ ആപ്ലിക്കേഷൻ. അപ്പം അതായത് എൻ്റെ ഇൻ്റർവ്യൂ പോയി, ജോലി കിട്ടില്ല എന്നായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഹയറിംഗ് മാനേജർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോട് ഞാനൊരു കാര്യം പറയാം, നീ ഇതിന് സെലക്റ്റായി, അപ്പം ബാക്കി റിക്രൂട്ട്മെൻറ്റ് ടീം എന്താണെന്ന് വെച്ചാൽ നിനക്ക് തരും എന്ന് മെയിൽ അയക്കുമെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ലെവൽ 1 ആയിരുന്നു, ഞാൻ ഇപ്പം ലെവൽ 3യിലേക്ക് എനിക്ക് പുതിയ ജോലി കിട്ടി. ഞാൻ തിരിച്ച് UK ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ജോലിക്ക് ഞാനിനി കയറും. ഈ ഒരു അനുഗ്രഹം എന്ന് പറയണത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ആളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇല്ല. കാരണം ഈ ഇൻ്റർവ്യൂ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഈ ഏതാണെന്ന് പോലും ഞാൻ നോക്കാണ്ട ഞാൻ കയറിയത്. കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം തൂത്തു, നാവിൽ തൂത്തു, നെറ്റിയിൽ തൂത്തു, ഉപ്പും തേനും ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതേപോലെ ഞാൻ അത്രയും നേരം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് മാതാവ് ആ ഒരു ഓഫർ തന്നു. ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട്, ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾ താമസിച്ചുള്ള ഷെയർഡ് അക്കോമഡേഷൻ, ഞങ്ങൾ 9 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ കോൺട്രാക്ട് തീർന്ന് ഞങ്ങളത് വേറെ സ്ഥലത്തേക്ക് വീട് മാറി. പക്ഷെ അവിടെ നിന്ന് കൊച്ചിൻ്റെ സ്കൂളിലെ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 2 ബസ് കയറി ഒരു അരമണിക്കൂറിന് മേളിൽ, അരമണിക്കൂറല്ല 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു ബസ്സിൽ കയറി. കാരണം ബസ് വരാൻ ലേറ്റ് ആവും. 7:00 വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 8:30 8:45 ആകുമ്പോഴാണ് സ്കൂളിലെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻ പ്രയർ റിക്വസ്റ്റ് എടുത്തു. ഒരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ അവസാനം ഇവൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു 7 മിനിറ്റ് മാത്രം ദൂരത്തിൽ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. അതും ഇവൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം അടുത്തുണ്ട്. ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോകുന്നതിന് പ്രശ്നമില്ല. ഇവന് കളിക്കാനുള്ള ഫ്രണ്ട്സുണ്ട് അടുത്ത്. എല്ലാ കാര്യത്തിനും ഭയങ്കര അനുഗ്രഹമുള്ള ഒരു നല്ലൊരു വീട്, നല്ല ഹൗസ് ഓണേഴ്സ്. ഞങ്ങൾക്കിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവർ പിന്നെയും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു 1 വർഷത്തേക്ക്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്. ഇതേവരുടെ ഉടമ്പടി മുടക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ വേറെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഞാൻ മാതാവിനോട് ഉറപ്പ് നൽകുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഇവിടെ എല്ലാവർക്കും കൊടുത്തു, അതേപോലെ UK യിലും കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പുതുക്കി പോയപ്പം ഞാൻ കാശ് രൂപ മേടിച്ചിട്ട് പോയി. എന്നിട്ട് ഓരോ പത്രം കൊടുക്കുമ്പോഴും കാശ് രൂപകളെ കൂടിയിട്ടാണ് എല്ലാവരോടും പറയാറ്. അതേപോലെ അവിടെ എല്ലാവരോടും ആമസോണിലുള്ള എല്ലാവരോടും ഞാനിങ്ങനെ പറയും, മലയാളീസ് അല്ലാണ്ട് ഇംഗ്ലീഷുകാരോടും ഒക്കെ ഞാൻ പറയും, ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റും, നിങ്ങൾ നോക്കണം, ചെയ്യണം, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതേപോലെ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത് പോയ ആ സമയം മുതൽ അവിടെ വീടിൻ്റെ അടുത്തൊരു അനാഥ മന്ദിരം, വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും
ഞാൻ ഫുഡിനുള്ള പൈസ കൊടുക്കും. അത് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ ഒരു ദിവസത്തെ ഫുഡിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ UK നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഇങ്ങനെയും ചില കടകളുടെ ഫ്രണ്ടിലൊക്കെ ഹോംലെസ് പീപ്പിൾസ് ഉണ്ടാവും. അപ്പം എന്നെക്കാരും ഇൻട്രസ്റ്റ് കൊച്ചിനാണ്. അവൻ പറയും, അമ്മേ ദേ അവിടെ ഹോംലെസ് പീപ്പിൾസ് ഇരിക്കണു, നമുക്ക് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ ചെന്ന് ഫുഡ് മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോരുള്ളൂ. പിന്നെ ആരെങ്കിലും ഇങ്ങനെ പൊതിച്ചോറിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇങ്ങനെ പരിപാടികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എവിടെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നു, ഇതല്ലാണ്ടും എവിടെയൊക്കെ പറ്റുന്നു അതെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്. ഈ മണ്ണിൽ കാല്, എല്ലാവരും പറയും ഈ മണ്ണിൽ കാല് കുത്തിയിട്ട് നമ്മൾ ഒരിക്കലും മാതാവ് കൈവിടില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിനും യേശു